ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പം നാളെ വരാനിരിക്കുന്ന നമ്മുടെ ഇവർ വിവാഹിതരായാൽ എന്ന പരമ്പരയുടെ കുറച്ച് നല്ല വിശേഷങ്ങൾ കേട്ടാലോ. നമ്മുടെ വീഡിയോസൊക്കെ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകല്ലേ. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടെ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമ്മുടെ ഭൂമി ആ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കാണുകയാണ്. അതായത് തൻ്റെ പിന്നാലെ ഒരു കൊലയാളി ഉണ്ട് എന്നുള്ള കാര്യം ഭൂമിക്ക് ഉറപ്പാവുകയാണ്. അങ്ങനെ ഭൂമി ആ ആൾ കയറാൻ വേണ്ടി തന്നെ ആ റൂം ലോക്ക് ചെയ്യാണ്ട് പോയിക്കാണ്. ആ ലോക്ക് ചെയ്യാണ്ട് പോയത് കൊണ്ട് ഭൂമി അറിയാം അവിടെ ആ കത്ത് തേടി വന്ന ഏതോ ഒരു വ്യക്തിയാണത്. അപ്പം അതിന് പകരം ഭൂമി ആരാ മോള് ഒരു ഡ്യൂപ്ലിക്കേറ്റ് കത്തൊക്കെ എഴുതി അവിടെ സെറ്റാക്കി വെച്ചിട്ടാണ് റിസപ്ഷനിൽ ഫുഡ് കഴിക്കാനായിട്ട് നമ്മുടെ ഭൂമി പോയത് കേട്ടോ. അങ്ങനെ ഭൂമിക്ക് 100% ഉറപ്പാണ് ആ കൊലയാളി എന്തായാലും എൻ്റെ റൂമിൽ കയറുമെന്നും ആ കത്ത് തേടി തന്നെയാണ് വന്നിക്കുന്നത് എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ കമാൽ ഭൂമി പോയ തക്കം നോക്കി നേരെ ആ റൂമിൽ വരെയാണ്. അങ്ങനെ ബാഗ് അരിച്ചു പറക്കാനുണ്ടോ. അങ്ങനെ ആ കത്ത് കിട്ടുകയാണ്. ആ കത്ത് കിട്ടിയ വിവരം നമ്മുടെ ഭവാനിയെ വിളിച്ച് പറയുന്നുണ്ട്. അപ്പം ഭവാനി ഓക്കെ ഇനിയിപ്പോൾ ഒന്നും നോക്കണ്ട, ആ കത്തുമായിട്ട് വേഗം തന്നെ എൻ്റെ അടുത്തേക്ക് പോന്നേക്കാനായിട്ട് പറയുകയാണ്. അപ്പോൾ ഈ സമയം നമ്മുടെ കമാൽ ചോദിക്കുന്നുണ്ട്, അല്ല മേഡം ഇവിടെ വെച്ചാണെങ്കിൽ എവളെ തീർത്ത് കളയാനായിട്ട് നമുക്ക് എളുപ്പമാണ്, ഞാൻ അങ്ങ് തട്ടിയേക്കട്ടെ എന്ന് ചോദിച്ചു. വേണ്ട ഇവിടെ വെച്ചേക്കുന്ന ഈ കത്ത് ഒറിജിനലാണോ ഇല്ലയോ ഒന്നും അറിഞ്ഞുകൂടല്ലോ. അപ്പോൾ അതെല്ലാം ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ എവളെ കൊല്ലാവൂ എന്ന് നമ്മുടെ ഭവാനി കമാലിൻ്റെ അടുത്ത് പറയണം. അങ്ങനെ എത്രയും പെട്ടെന്ന് നമ്മുടെ കമാൽ ആ കത്തുമായിട്ട് ഭവാനിയുടെ അടുത്തോട്ട് പോവുകയാണ്. അപ്പം ഭവാനി പ്രതീക്ഷയോടെ ഇരിക്കണേ. ഭൂമി നമ്മുടെ അജയ്യെ ഏൽപ്പിക്കാനായിട്ട് അവിടെ കരുതി വെച്ചിരുന്ന കത്ത് എങ്ങനെയെങ്കിലും കമാൽ ഒപ്പിച്ചെടുത്തല്ലോ, സമാധാനം, ഇനി ഒറിജിനലായാൽ മതിയായിരുന്നു എന്ന രീതിയിലൊക്കെ പലതും ചിന്തിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ഭൂമി തിരിച്ചു വരുമ്പോൾ ആ റൂമിൽ നിന്ന് കത്ത് പോയി എന്നുള്ള കാര്യം ഭൂമി മനസ്സിലാക്കുന്നുണ്ടല്ലേ. അങ്ങനെ ഭൂമി നേരെ അതെന്തായാലും അവിടെ നിൽക്കട്ടെ, കാര്യം എന്തായാലും എൻ്റെ പിന്നിലൊരു കൊലയാളി ഉണ്ട് എന്നുള്ളത് അച്ഛൻ പറഞ്ഞത് വളരെ കറക്റ്റാണ് എന്നുള്ളത് ഭൂമിക്ക് മനസ്സിലായി. അങ്ങനെ ഭൂമി അതിനുശേഷം ഇതെല്ലാം അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ശങ്കരനാരായണൻ സാറിനെ കാണാനായിട്ട് ചെല്ലുകയാണ്. അങ്ങനെ സാറിനെ കാണാനായിട്ട് ചെന്നു. അപ്പോൾ സാറ് അവിടെ ഉണ്ടായിരുന്നു. അപ്പം എന്താ ഭൂമി മോളെന്തേ പെട്ടെന്ന് ഈ വഴിക്കൊക്കെ എന്ന് ചോദിക്കുന്നുണ്ട്. അതൊരു കേസുമായിട്ട് ബന്ധപ്പെട്ട് സാറ് ഞാനിവിടെ വന്നേണെന്ന് പറഞ്ഞു. കേസുമായിട്ടോ? ഇത്രയും ബുദ്ധിശക്തിയായ നീ ഉള്ളപ്പോൾ ഇനി കേസിനെ സംബന്ധിച്ച് എൻ്റെ അടുത്ത് അഭിപ്രായം ചോദിക്കണോ? ആഹാ കൊള്ളാലോ, എന്താ കേസെന്ന് ചോദിക്കണം. അപ്പം നമ്മുടെ ഭൂമി തൻ്റെ അച്ഛനാണ് മരണപ്പെട്ടതെന്നോ അല്ലെങ്കിൽ തൻ്റെ അമ്മയാണ് ജയിലിൽ കിടക്കുന്നതെന്നോ എന്നുള്ള കാര്യം മറച്ചു വെച്ചിട്ട് ആ സാറിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയണം. അങ്ങനെ ആ ഒരു വ്യക്തി മരിക്കുകയും പക്ഷേ ഭാര്യയാണ് കൊലപാതകയായിട്ട് ഇപ്പോൾ അറസ്റ്റ് ചെയ്തേക്കുന്നതെന്നുള്ള കാര്യമൊക്കെ പറയണം. എല്ലാ ഡീറ്റെയിലും ഭൂമി പറഞ്ഞ് മനസ്സിലാക്കി സാറിന് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ടിരുന്ന ശങ്കരനാരായണൻ സാറ് പറയുന്നുണ്ട്, അതെ എന്താണെങ്കിലും ഒരു കാര്യം ഭൂമി ഞാൻ ഉറപ്പിച്ച് പറയാം, ഒരിക്കലും ആ സ്ത്രീ ഇതിൽ കുറ്റവാളി അല്ല എന്നുള്ളത്. കാര്യം ഇത് മറ്റാരോ ആണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് മാത്രമല്ല ഒരു മൊബൈൽ നഷ്ടപ്പെട്ട കാര്യവും ഭൂമി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ മൊബൈൽ കിട്ടുകയാണെങ്കിൽ ഒരു പക്ഷേ എന്തെങ്കിലും ഒരു എവിഡൻസ് നമുക്ക് കിട്ടും. കാരണം വേറൊന്നുമല്ല, ഈ കൊലയാളി എന്തായാലും ആ വ്യക്തിയെ, അതായത് ആ മരണപ്പെട്ട വ്യക്തിയെ എന്തായാലും ഒന്ന് കോണ്ടാക്ട് ചെയ്യാണ്ടോ ഒന്നും ഇരിക്കില്ല. അപ്പോൾ ആ നമ്പർ ട്രേസ് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. കാരണം അറിഞ്ഞൂടാത്ത ഏതെങ്കിലും ഒരു അനോമിനസ് കോൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും എന്നുള്ളത് സാറ് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഭൂമിക്ക് വേണ്ടുന്ന എല്ലാ സംശയങ്ങളും തീർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സാറ് ചോദിക്കുന്നുണ്ട്, അല്ല ഭൂമി ഇതാരാണ്, നിനക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ആണോ? അപ്പോഴാണ് ഭൂമി നിറകണ്ണുകളോടെ പറയുന്നത്, സാറ് ഇത് മരണപ്പെട്ടത് എൻ്റെ അച്ഛനാണെന്നും ജയിലിൽ കിടക്കുന്നത് എൻ്റെ അമ്മയാണെന്നും പറയണം. അപ്പോൾ സാറ് ശങ്കരനാരായണ സാറിന് അത് ഭയങ്കര ഒരു ഇതായിപ്പോയി. കാരണം ഭൂമി ഇത്രയും ദൂരം വന്ന് ഈ കേസിനെ കുറിച്ച് ഇത്രയും ഡീറ്റെയിൽ ചോദിക്കണമെങ്കിൽ അത് ഭൂമിക്ക് വേണ്ടപ്പെട്ട ആരോ ആണ് എന്നുള്ളത് സാറിന് മനസ്സിലായിരുന്നു. പക്ഷേ സ്വന്തം അച്ഛനാണ് മരണപ്പെട്ടത് എന്നുള്ള കാര്യം ശങ്കരനാരായണ സാറിന് മനസ്സിലായിട്ടില്ല. അപ്പം പുള്ളിക്ക് വല്ലാത്തൊരു ഷോക്കായി പോയിണം. അവസാനം ഭൂമിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്ത് വന്നാലും മോൾ ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു ഇത് വേണ്ട, എന്തിനും ഏതിനും ഈ സാർ ഒപ്പം തന്നെ ഉണ്ടാവും, മോളെ ഏത് സമയത്ത് വേണമെങ്കിലും എന്നിട്ടൊരു നമ്പർ
എഴുതി കൊടുക്കുന്നുണ്ട്. മോൾ ഏത് സമയത്താണെങ്കിലും എന്നെ വിളിച്ചോ, ഞാൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞോളാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭൂമിക്ക് വേണ്ട ആത്മധൈര്യം കൊടുക്കുകയാണ്. അങ്ങനെ ഇതേ സമയം നമ്മുടെ കമാലിനെ നമ്മുടെ ഭവാനി വിളിക്കുകയാണ്. എടോ താൻ ഇതുവരെ എത്താത്ത എന്തേ? അത് മേഡം ഞാൻ അവിടം വരെ വണ്ടി ഓടിച്ച് എത്തണ്ടേ, ഒന്ന് സമാധാനപ്പെടും, ഞാൻ അവിടെ വന്നേക്കാം. അതെ താൻ സന്ധ്യ കഴിഞ്ഞാണ് വരുന്നെങ്കിലും എന്നെ വിളിക്കണം, ഞാൻ ഇറങ്ങി വന്നോളാം. പിന്നെ അപ്പോൾ കമാൽ പറയുന്നുണ്ട്, ഞാൻ ആരുടെയും കണ്ണിപ്പെടാണ്ട് മതിൽ ചാടിയാണെങ്കിലും വന്നോളാം മേഡം എന്നുള്ളത് കമാലും പറയുന്നുണ്ട്. അപ്പോൾ ഇതേ സമയം നമ്മുടെ അഞ്ജനയാണെങ്കിൽ അഞ്ജന നേരെ നമ്മുടെ അജയുടെ അടുത്തോട്ട് ചെല്ലുകയാണ് കേട്ടോ. അപ്പം അജയ് ഒരു ഇച്ചിരി നേരം പോലും വീട്ടിൽ വെറുതെ ഇരുത്താൻ നമ്മുടെ അഞ്ജന സമ്മതിക്കില്ല. കാരണം എന്തെങ്കിലുമൊക്കെ ചൊറിഞ്ഞും പിടിച്ചും അജയുടെ അടുത്ത് ചെല്ലും, എന്നിട്ട് അജയിനെ ദേഷ്യം പിടിപ്പിക്കുക. അത് അഞ്ജനയുടെ ഒരു മെയിൻ ഹോബിയായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. അങ്ങനെ അഞ്ജന ചെന്ന് നിൽക്കുമ്പോഴേക്കും അജയ്ക്ക് കാണുമ്പോൾ ദേഷ്യം വരാം. അപ്പോൾ അഞ്ജന ചോദിക്കും, അല്ല ഇതെന്താ എന്നെ കാണുമ്പോഴത്തേക്കും മുഖം ഇങ്ങനെ വലിച്ചു കെട്ടുന്നത്? അതെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമ്മുടെ മോതിരമാറ്റം, അത് കഴിഞ്ഞ് നമ്മുടെ കല്യാണം, ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കേണ്ടവരാണ് നമ്മൾ, പിന്നെ എന്തിനാണ് ഈ ദേഷ്യമൊക്കെ എന്നോട് കാണിക്കുന്നത്? എന്തായാലും അജയ് എൻ്റെ കഴുത്തിൽ താലി കെട്ടേണ്ടി തന്നെ വരും എന്നുള്ളത് വെല്ലുവിളിയോടുകൂടിയാണ് നമ്മുടെ അഞ്ജന പറയണത്. അപ്പോഴേക്കും അജയ് പറയുന്നുണ്ട്, ദേ എൻ്റെ മുമ്പിൽ നിന്നൊന്ന് ഇറങ്ങി പോകാവോ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, നീ ഒന്ന് പോയി തരാമോ എന്നൊക്കെ പറഞ്ഞ് അഞ്ജനേനെ അവിടെ നിന്ന് മാട്ടി വിടുകയാണ്. അതായത് അഞ്ജന അടിക്കും പോലെ തന്നെ, കാരണം വെച്ചാൽ ഞാൻ നല്ല വീക്ക് തരും, എൻ്റെ മുമ്പിൽ നിന്ന് പോക്കും, എനിക്ക് ദേഷ്യം വന്നിട്ട് പാടില്ല എന്നൊക്കെ നമ്മുടെ അജയ് അഞ്ജനയെ ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുകയാണ് കേട്ടോ. അങ്ങനെ അഞ്ജനയ്ക്ക് ആകെ സങ്കടമായി കേട്ടോ. എന്നിട്ട് അഞ്ജന റൂമിൽ നിന്ന് വെളിയിൽ പോവാണ്. ആ സമയം അജയ് എന്തോ ആവശ്യത്തിനായിട്ട് ആ അജയുടെ റൂമിൽ തുറക്കുമ്പോൾ ഒരു റിങ് കിട്ടുകയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ അജയ് എടുത്തിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ നയന ഒരിക്കലും അജയ്ക്ക് ഇട്ടുകൊടുത്ത ഒരു റിങ്ങാണ്. അതുപോലെ തന്നെ അജയും നയനയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ മറ്റാരും അറിയാണ്ട് പരസ്പരം മോതിരം മാറ്റമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു നിമിഷം അജയ് നയനയുടെ ആ ഓർമ്മകളിലോട്ട് മടങ്ങി പോവുകയാണ് കേട്ടോ. ഈ സമയം നമ്മുടെ അഞ്ജന വീണ്ടും ഡോറ് തുറന്നിട്ട് അകത്തോട്ട് വരികയാണ്. അപ്പോഴാണ് അഞ്ജന കാണുന്നത് അജയുടെ കയ്യിൽ ഒരു നല്ലൊരു റിങ് ഇരിക്കുന്നത്. അപ്പം അഞ്ജന ചോദിക്കും, അല്ല അജയ് ഇത് ആരാ റിങ്ങാ? അപ്പോൾ പറയാം, ആരായാലും നിനക്കെന്താന്ന് ചോദിച്ചു. അതെ ഇത് എനിക്കായിട്ട് മേടിച്ചണോ? പിന്നെ നിനക്കായിട്ട് മേടിക്കണോ? നീ ഒന്ന് പോകാവോ ഇവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അഞ്ജനയ്ക്ക് ദേഷ്യം വന്നിട്ട് പാടില്ല, എന്താ ഇത് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ തന്നോട് മാത്രം എന്നുള്ള ഒരു സങ്കടമൊക്കെ അഞ്ജനയ്ക്ക് വരെയാണ്. എന്നിട്ട് അഞ്ജന ഇറങ്ങി പോകാൻ കേട്ടോ. അപ്പോൾ ഇതേ സമയം അഞ്ജന വെളിയിൽ ഇറങ്ങിയിട്ട് ഒരു നിമിഷം ചിന്തിക്കുകയാണ്. അതായത് വേറൊന്നുമല്ല, ഇതൊരു പക്ഷേ ഇനി അവൾ കൊടുത്തതാണോ ഭൂമിജ, അവൾ കൊടുത്തതായിരിക്കും മിക്കവാറും എന്നുള്ള ഒരു തോന്നൽ നമ്മുടെ അഞ്ജനയ്ക്ക് വരെയാണ്. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല, ഇതിനൊരു തീരുമാനം എടുക്കണം എന്നുള്ള ചിന്തയായിട്ട് നമ്മുടെ അഞ്ജന റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ അഞ്ജന ആകെ മുഖമൊക്കെ വാടി ഒരു വിഷമത്തോടു കൂടിയാണ് അഞ്ജനയുടെ റൂമിൽ പോയി ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഭവാനി വരെയാണ്. എന്താ മോളെ നിൻ്റെ മുഖം വാടിയിരിക്കുന്നത്? എൻ്റെ അമ്മ ഇതെല്ലാം ഞാൻ ചെയ്യണത് അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അജയ്ക്ക് എന്നെ കണ്ണിന് പിടിക്കല്ല, എന്തിനും ഏതിനും എന്നെ കുറ്റപ്പെടുത്തൽ. ഇന്ന് ഇതെല്ലാം പോയിട്ട് എന്നെ തല്ലാനും കൂടെ അവൻ വന്നേക്കണത്. ഇതെങ്ങനെ അമ്മ ഇനിയിപ്പോൾ മാരേജ് കഴിഞ്ഞാലും ഞങ്ങൾ ഒരുമിച്ച് പോണത്? എനിക്ക് ഭ്രാന്ത് പിടിക്കണുണ്ട് എന്നൊക്കെ അഞ്ജന സങ്കടപ്പെട്ട് പറയണം. അപ്പം നമ്മുടെ ഭവാനി പറയുന്നുണ്ട്, അതെ ഇതാണ് നിനക്ക് ബുദ്ധിയില്ല എന്ന് പറയണത്. ഇതൊക്കെ ഒരു തന്ത്രത്തിൽ, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അവനെ വരച്ച വരയിൽ നിർത്താൻ നിനക്ക് പറ്റണം. കല്യാണം കഴിയുന്നവരെ ഈ ഒരു ആട്ടും തുപ്പും ഒക്കെ ചിലപ്പോൾ നമ്മൾ കേൾക്കേണ്ടി തന്നെ വരും മോളെ. ഇതെല്ലാം നല്ലതിനാണെന്ന് മാത്രം നീ ഓർത്താൽ മതി. അപ്പോഴേക്കും അഞ്ജന പറയുന്നുണ്ട്, ഞാൻ എല്ലാം അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യണത് എന്നൊക്കെ പറയണം. കല്യാണം കഴിഞ്ഞാൽ നീയാ ഇവിടുത്തെ റാണി. കാരണം ഈ വീട് ഭരിക്കുന്നതും അതോടൊപ്പം തന്നെ ഈ വീട് ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്നൊക്കെയുള്ള പല കാര്യങ്ങളും ആലോചിച്ച് ചിന്തിച്ച് ചെയ്യണത് നീയാണ് മോളെ. അപ്പോൾ അതുകൊണ്ട് നീ ഒന്ന് ക്ഷമിക്കണം, ഭൂമിയോളം ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭവാനി അഞ്ജനെ സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷെ അഞ്ജനയ്ക്ക് എന്തോ ഒരു ഇതില്ല. കാര്യം എന്ന് വെച്ചാൽ അജയ് ഒരു കാരണവശാലും അടുക്കാനായിട്ട് ഒരു സാധ്യതയില്ല. അങ്ങനത്തെ ഒരു ചിന്തയിൽ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ സമയം നമ്മുടെ കമാൽ ഏകദേശം ഇങ്ങെത്താറ്. അപ്പോൾ സന്ധ്യ കഴിഞ്ഞായിരുന്നു. അപ്പം കമാൽ എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ ഭവാനിയെ വന്ന് കാണാനാണ് പറഞ്ഞിരിക്കണം. അങ്ങനെ ഭവാനി നമ്മുടെ കമാലിനെയും കാത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നപ്പോഴാണ് സന്ധ്യ കഴിഞ്ഞപ്പോഴും നമ്മുടെ ഭവാനിയുടെ ഫോണിലോട്ട് ഒരു കോള് വരെയാണ്. അങ്ങനെ ആ കോൾ എടുക്കുമ്പോഴത്തേക്കും, മാഡം ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്, മാഡത്തിൻ്റെ വീടിൻ്റെ അടുത്തായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം പറയും, കമാലെ വേറെ ഒന്നും നോക്കണ്ട, നീ ഇനി ആരെയും കണ്ണിപ്പെടാണ്ട് നേരെ ഗേറ്റിൻ്റെ അവിടെ വരാനായിട്ട് പറയുകയാണ്. അങ്ങനെ ആ നിർദ്ദേശം അനുസരിച്ചിട്ട് കമാൽ ഗേറ്റിൻ്റെ അവിടെ ആയിട്ട് വന്ന് പതുങ്ങി ഇങ്ങനെ നിൽക്കണം. ആ സമയം ആരുടെയും കണ്ണിപ്പെടാണ്ട് നമ്മുടെ ഭവാനി കമാലിൻ്റെ അടുത്തോട്ട്
ചെല്ലുകയാണ്. അങ്ങനെ കുറച്ച് മാറി നിന്നാണ് ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത്. അങ്ങനെ ആ ലെറ്റർ വേഗം താട്ടെ ഞാൻ വായിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ ഭവാനി ആ കത്തൊക്കെ വായിച്ച് നോക്കണം. പക്ഷെ അത് തുടക്കം 1-2 വരിയൊക്കെ സെയിം തന്നെയാണ്. പക്ഷെ പിന്നെ അത് നമ്മൾ പറ്റിക്കപ്പെട്ടു എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഭവാനിക്ക് വരികയാണ്. കാരണം ഇതല്ല കത്ത്, അവൾ നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറമുള്ളവളാണ്. ഈ കത്ത് കണ്ടാൽ തന്നെ അറിയാം ഇത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് എഴുതി വെച്ചേക്കുന്നതാണ്. ഇങ്ങനെ ഒരിക്കലും അച്ഛൻ എഴുതി വെക്കില്ല എന്നുള്ളത് ഭവാനിക്ക് ഉറപ്പാണ് കേട്ടോ. അങ്ങനെ ആ ഒരു രീതിയിൽ ഭവാനി ദേഷ്യപ്പെട്ട് സങ്കടത്തോടു കൂടി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ കമാലിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, താൻ എന്തുവാടോ ഈ എടുത്തുകൊണ്ട് വന്നിരിക്കണം, ഇത് വേറെ എന്തോ ഇതിൽ എഴുതിയ ലെറ്ററാണ്, പുതിയ കത്തല്ലേ ഞാൻ തന്നോട് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് നമ്മുടെ ഭവാനി. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഞാനും നിങ്ങളെ കൂടെ വരാം, 1-2 പേരെ കൂടെ കൂട്ടി നമുക്ക് അവളുടെ വീട്ടിലൊന്ന് പോയി അരിക്കാം. കാരണം എന്ന് വെച്ചാൽ വീട്ടിൽ അരിച്ച് പിറക്കി കഴിഞ്ഞാൽ എന്തായാലും ആ ലെറ്റർ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട് എന്നുള്ളത് ഭവാനി പറയണ. അങ്ങനെ എത്രയും വേഗം അങ്ങോട്ടേക്ക് പോകാം, ഞാൻ അതിനു വേണ്ടി തയ്യാറാവട്ടെ എന്നും പറഞ്ഞ് നമ്മുടെ ഭവാനി റെഡി ആവേണ്ട കേട്ടോ. അപ്പം ഗേറ്റിൻ്റെ അവിടെ നിന്ന് കടന്ന് വീട്ടിലോട്ട് കയറാനായിട്ട് വരണതും നമ്മുടെ മാധവൻ ഇതൊക്കെ കാണുന്നുണ്ട്. അതായത് ഈ കമാൽ ചാടി പോകുന്നതും പിന്നെ ഈ ലെറ്ററിൻ്റെ കാര്യം, ലെറ്റർ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയും എന്തോ ഒരു പന്തികേട് ഭവാനിയുടെ ക്യാരക്ടറിൽ നമ്മുടെ മാധവന് തോന്നുകയാണ് കേട്ടോ. അപ്പം എന്താ ഇത് കയ്യിലെന്ന് നമ്മുടെ ഭവാനി ചോദിക്കുകയാണ്. അപ്പം പറഞ്ഞു, ഇത് എൻ്റെ ഒരു ലെറ്ററാണ്, അതൊരാൾ എനിക്ക് കൊണ്ടുവന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ഭവാനി ഇങ്ങനെ ഉരുണ്ട് മറിഞ്ഞ് കളിക്കുകയാണ് കേട്ടോ. അത് കറക്റ്റായിട്ടല്ല ഭവാനി പറയുന്നത് എന്നുള്ളത് നമ്മുടെ മാധവന് മനസ്സിലാവുകയാണ്. എന്തോ ഒരു കള്ളത്തരം ഭവാനി ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ മാധവൻ അടിവരയിട്ട് ഉറപ്പിക്കുകയാണ് കേട്ടോ. അപ്പം വലിയ ഇത് കൊടുക്കാണ്ട് നമ്മുടെ പതുക്കെ നമ്മുടെ മാധവൻ്റെ അടുത്ത് നിന്നും എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട്, മീൻസ് അതിനൊരു മറുപടിയൊന്നും കൊടുക്കാണ്ട് നേരെ അകത്തോട്ട് കയറി പോവാണ് കേട്ടോ. അനി നല്ലതുപോലെയൊക്കെ ഉരുണ്ട് കളിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ മാധവൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ചില സംശയങ്ങൾ തോന്നുന്നുണ്ട്. ഒരു കത്തിരിക്കുന്നു, ഒരാൾ വന്ന് കണ്ടിട്ട് പോണു, അത് അയാൾ ഒരു ശരിയായ രീതി ആയിരുന്നെങ്കിലും അയാൾ മുൻവശത്ത് വന്നല്ലേ കാണുള്ളായിരുന്നു. അപ്പോൾ ഇതിലെന്തോ ഒരു നിഗൂഢത ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മുടെ അജയുടെ അച്ഛനായ മാധവന് മനസ്സിലാവുകയാണ് കേട്ടോ. ഇനിയിപ്പം നമ്മുടെ ഭവാനിയുടെ കണക്ക് കൂട്ടലുകളൊക്കെ തെറ്റിക്കുകയാണ്. അതായത് ഈ കത്ത് യഥാർത്ഥത്തിൽ ഭൂമി ഇനിയിപ്പോൾ നമ്മുടെ അജയ്യെ ഏൽപ്പിക്കാനായിട്ട് പോവാണ് അല്ലേ. അപ്പോൾ ആ പുതിയ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് എന്തായാലും കാത്തിരിക്കാം. എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് സ്കിപ്പ് അടിക്കാണ്ട് കാണുക, ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് പവിത്രം സീസൺ 2 നല്ലൊരു പ്രൊമോ വീഡിയോ ഞാൻ ഇന്ന് നമ്മുടെ ചാനലിൽ കൃത്യം 12 മണിക്ക് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂട് വൈകിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും നാളെ മുതൽ കൃത്യസമയത്ത് തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു, ബൈ ബൈ, ടേക്ക് കെയർ.